കൊല്ലം ചവറ പഞ്ചായത്തിലുമുണ്ട് ദുരിത കാഴ്ചകൾ. ഏറെക്കാലമായി തകർന്നു വീഴാറായ ഷെഡിലാണ് ഒരു കുടുംബം താമസിക്കുന്നത്. പല തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെയും പരിഹാരമായിട്ടില്ല. ചവറ ഗ്രാമപഞ്ചായത്തിലെ 11-ാം നമ്പർ മേനാമ്പള്ളി വാർഡിലാണ് ഈ ഷെഡുള്ളത്. 60-കാരനായ മോഹനൻ പിള്ളയും ഭാര്യ ശൈലജയും ഏറെക്കാലമായി ഇവിടെയാണ് താമസം. ഷെഡിന്റെ അവസ്ഥ വളരെ ശോചനീയം. ഏതു സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മഴ പെയ്താൽ ചോർന്നൊലിക്കും. പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല. പഞ്ചായത്ത് 10 കൊല്ലം കൊണ്ട് എനിക്ക് എന്നിട്ട് വലയ്ക്കുന്നു. ഞാൻ കയറി ഇറങ്ങി കാശില്ലാതെ അയലത്തുകാരയിന്ന് കാശ് മേടിച്ചുകൊണ്ട് പഞ്ചായത്തിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഇല്ല, ലിസ്റ്റ് വന്ന് കിടപ്പുകൊണ്ട് അമ്മയെ വിളിക്കും, എപ്പോഴാരും വിളിക്കും. അങ്ങനെ പറഞ്ഞ് ഇത് ഉരുണ്ട് വീണാലും എനിക്ക് കിട്ടത്തില്ല. എനിക്ക് ആ മക്കളില്ല കൊണ്ടുതരാൻ. വേല ചെയ്തുകൊണ്ട് തന്നെ ഒരു ഭർത്താവാണ്. ഇപ്പം 1 രൂപയുടെ ഒലിക്കുവാൻ പോലും ചെയ്യാനും ഒക്കത്തില്ല. അങ്ങനെ ഒരവസ്ഥയിൽ കിടന്ന് ഞാൻ വലയുക. 10 വർഷം കൊണ്ട് ഞാൻ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയ. മഴ പെയ്താൽ കായില്ല അതിനകത്ത്. കുളത്തിനകത്ത് പുളവനും ചേരയും എല്ലാം വന്ന് കിടന്ന് ഇതിനകത്ത് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കസേര ഇട്ട് ഞാൻ കട്ടിലേ കയറി ഇരുന്നിട്ടുണ്ട്. അത്രയ്ക്ക് ദുഃഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മോഹനൻ പിള്ള അസുഖം കാരണം ചികിത്സയിലാണ്. ഇതുകാരണം ജോലിക്ക് പോകാനാകുന്നില്ല. ഭാര്യ ശൈലജ തൊഴിലുറപ്പിന് പോകുന്നതാണ് ഏക വരുമാനം. ദുരിതമനുഭവിക്കുന്ന കുടുംബത്തിനെ പഞ്ചായത്ത് അധികൃതരും സർക്കാരും അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് BJP നേതൃത്വവും രംഗത്ത് വന്നു. ഈ പാവം ആളുകൾ അവർ പഞ്ചായത്തിലും കളക്ടറെടുത്തും പല പ്രാവശ്യം വീടിന് വേണ്ടി അഭ്യർത്ഥിക്കുകയും പോവുകയും ചെയ്തു. പക്ഷേ കക്ഷി രാഷ്ട്രീയം നോക്കി അവർ പോയപ്പോൾ പക്ഷേ രാഷ്ട്രീയം മാത്രം നോക്കി സഹായം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ദയനീയമായ ഒരവസ്ഥയാണ് നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും ഇടതുപക്ഷവും മാറി മാറി ഭരിക്കുന്ന പഞ്ചായത്തിലെയും വാർഡുകളിലെയും അവസ്ഥയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും പഞ്ചായത്തിന്റെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ കണ്ണു തുറക്കുകയും ഈ പാവത്തുങ്ങൾക്ക് ഒരു വീട് വെക്കാനുള്ള സഹായം എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതും വലതും മാറി മാറി ഭരിച്ച പഞ്ചായത്തിൽ വർഷങ്ങളായി കയറി ഇറങ്ങുകയാണ് ഈ കുടുംബം. ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെയും ആവശ്യം. ജനം, കൊല്ലം.